പോത്തുണ്ടി ഡാമിന്റെ ആ ചവിട്ടുപടി 60 എത്രയാണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഫുള്ള് കയറി, തിരിച്ചതേപോലെ തന്നെ ഇറങ്ങി. അതുപോലെ തന്നെ അതിന്റെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു, അതും കുറെ കോണികൾ തന്നെയായിരുന്നു. അത് ഫുള്ള് കയറി തിരിച്ചിറങ്ങി, യാതൊരു കുഴപ്പമില്ല. എനിക്ക് കോണിപ്പടികളൊന്നും കയറാൻ പറ്റുണ്ടായില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം മുന്നേ ഞാൻ പീച്ചി അണക്കെട്ടിന്റെ ആ ചവിട്ടുപടി മൊത്തം കയറി. പക്ഷെ തിരിച്ചിറങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല. 2-2.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് എനിക്ക് ഇറങ്ങാൻ പതുക്കെ പതുക്കെ ഇറങ്ങിയത്. പക്ഷെ ഈ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടി പോയപ്പോ എനിക്കത് ഓർമ്മ വന്ന കാരണം ഞാൻ അണക്കെട്ട് കാണാൻ വേണ്ടി കയറിയില്ല. അവിടെ വെച്ച് പാർക്കിലൊക്കെ ഇരുന്ന് നടക്കായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2-ാം ശനിയാഴ്ച ഞങ്ങൾ ആദ്യം പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടി പോയി. ഞാൻ അപ്പൊ വിചാരിച്ചു എനിക്ക് പറ്റില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഈ മുദ്രകളൊക്കെ ചെയ്ത് സാറിന്റെ ക്ലാസ്സിൽ കയറി PAP പങ്കെടുത്തു, സിൽവർ ബാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ധൈര്യമായിട്ട് കയറി. പോത്തുണ്ടി ഡാമിന്റെ ആ ചവിട്ടുപടി 60 എത്രയാണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഫുള്ള് കയറി, തിരിച്ചതേപോലെ തന്നെ ഇറങ്ങി. അതുപോലെ തന്നെ ഫാം VFCക്കാരുടെ ഒരു ഫാം ഉണ്ട്, അതിന്റെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു, അതും കുറെ കോണികൾ തന്നെയായിരുന്നു. അത് ഫുള്ള് കയറി തിരിച്ചിറങ്ങി, യാതൊരു കുഴപ്പമില്ല. ഇതായി, സന്തോഷായി സാറേ.